आब्रह्मलोकादशेषाद् आलोकलोकपर्वताद् ते सन्ति ब्रह्मज्ञा देवाः तेभ्यो नित्यं नमाम्यहम्। ॐ श्रीनाथादिगुरुत्रयं गणपतिं पीठत्रयं भैरवं सिद्धौघं वडुगत्रयं पदयुगं दुरीक्रमं मण्डलं वीराजष्टचतुष्कषष्टिनवकं वीरावली पञ्चकं श्रीमन्मालिनीमन्त्रराजसहितं वन्दे गुरोर्मण्डलम्। ഓം ശ്രീ നാരായണീയൈ നമഃ. ഗുരുഗീതയെ കുറിച്ചിട്ടാണ് നമ്മളിവിടെ വിചാരം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒരിക്കൽ ശ്രീ പാർവതീദേവി പരമശിവനെ നമസ്കരിച്ചുകൊണ്ട് ചോദിക്കുകയാണ്. എന്താണ് ചോദിക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ശ്രീദേവ്യുവാച ഓം നമോ ദേവദേവേശ ഹരാത് പരജഗദ്ഗുരു സദാശിവമഹാദേവ ഗുരുദീക്ഷാം പ്രദേഹി മേ. പാർവതീദേവി പറയുകയാണ്, അല്ലയോ ജഗദ്ഗുരുവും ദേവദേവേശ്വനുമായിരിക്കുന്ന പരമശിവ, അങ്ങേക്ക് നമസ്കാരം. സദാശിവങ്കരനായ പരമഗുരു, അവിടുന്ന് ദയവ് ചെയ്ത് എനിക്ക് ഗുരുദീക്ഷയെ നൽകിയാലും എന്നാണ് മഹാദേവി ആവശ്യപ്പെടുന്നത്. ഇവിടെ ഈ ലോകത്തിൽ പണ്ഡിതനായാലും പാമരനായാലും അപ്രകാരം തന്നെ ആരായാലും പ്രവർത്തിക്കുന്നത് അവരുടെ സ്വന്തം താല്പര്യത്തിന് വേണ്ടിയിട്ടാണ്, സ്വന്തം താല്പര്യം നേടിയെടുക്കാൻ വേണ്ടിയിട്ടാണ്. ഞാനിപ്പം ഒരു സന്യാസിയാണ്. ഇവിടെ മോക്ഷമെന്ന താല്പര്യത്തിന് വേണ്ടിയിട്ടാണ് ഈശ്വരമാർഗത്തിലേക്ക് ഞാൻ പ്രവേശിച്ചിരിക്കുന്നത്. പൂർണ്ണമായിട്ടും ഈശ്വരമാർഗമാണ് സന്യാസ വഴി എന്ന് മനസ്സിലാക്കിയതിൻ്റെ അടിസ്ഥാനത്തിൽ സന്യാസമാർഗത്തിലേക്ക് പ്രവേശിച്ച് മോക്ഷമെന്തെന്ന് മനസ്സിലാക്കി ആയത് സഹജീവികൾക്കും സഹായകമാകണമെന്നുള്ള താല്പര്യത്തോടു കൂടിയിട്ടാണ്. സ്വന്തം താല്പര്യം, അതിനുവേണ്ടി ഈ ഞാനും പ്രവർത്തിക്കുകയാണ്. ഭാരതത്തിന് സ്വാതന്ത്ര്യം നേടിത്തന്ന മഹാത്മാഗാന്ധിജിക്ക് താല്പര്യമുണ്ടായിരുന്നു. എന്താണ് സ്വന്തം താല്പര്യം? അത് ഭാരതത്തിനെ സ്വതന്ത്രമാക്കുക എന്നുള്ളതായിരുന്നു താല്പര്യം. എന്ന പോലെ എഞ്ചിനീയർക്കും അതുപോലെ തന്നെ ഡോക്ടർക്കും അതുപോലെ തന്നെ മന്ത്രിമാർക്കും രാഷ്ട്രീയക്കാർക്കും അതുപോലെ ആശ്രമം വെച്ച് പ്രവർത്തിക്കുന്നവർക്കും അതുപോലെ ഈ ലോകത്തിൽ ഏതൊരു മാർഗത്തിൽ ജീവിക്കുന്നവർക്കും അവരുടേതായിരിക്കുന്ന സ്വന്തം താല്പര്യങ്ങളുണ്ട്. അപ്പം അത് ശ്രേഷ്ഠമാണ്, ഇത് നികൃഷ്ടമാണ് എന്ന് പറഞ്ഞ് വിമർശിക്കുവാനോ അതിനെ തരം താഴ്ത്തി കാണിക്കുവാനോ അല്ല ഇവിടെ ഗുരുഗീതയെ പ്രകാശിപ്പിക്കുന്നത്. കാരണം നിസ്സംഗത എവിടെയുണ്ടോ അവിടെ മാത്രമാണ് പരമമായ സുഖം, ആനന്ദം അനുഭവവേദ്യമാവുകയുള്ളൂ. സംഘം എവിടെയുണ്ടോ അവിടെ അതിൻ്റെതായിരിക്കുന്ന ദുഃഖവും ഉണ്ടാവും.
അതായത് ഗൃഹസ്ഥാശ്രമ ജീവിതത്തിൽ ഏർപ്പെട്ടവരെ സംബന്ധിച്ച് സാധാരണഗതിയിൽ പറയാറുണ്ട്, തേൻ പുരട്ടിയ കത്തി നക്കിയവനെ പോലെയാണ് ഗൃഹസ്ഥാശ്രമി എന്ന്. കാരണം തേൻ കഴിഞ്ഞപ്പോഴാണ് കത്തിയുടെ മൂർച്ച അവർ അറിയുന്നത്. പ്രാരബ്ധവശാൽ ദേഹം പ്രായമാകുമ്പോൾ അവർക്ക് അനുഭവിക്കേണ്ടി വരുന്ന മക്കളായാലും മരുമക്കളായാലും പേരക്കുട്ടികളായാലും ആ കുട്ടികൾക്കൊരു തലവേദന വന്നാൽ ഗൃഹസ്ഥാശ്രമത്തിലുള്ളവർക്ക് ദുഃഖമുണ്ടാകും. അപ്പൊ ദുഃഖത്തിൽ നിന്ന് നിവർത്തിക്കാൻ സാധ്യമല്ല. നിസ്സംഗത എവിടെയുണ്ടോ അവിടെ മാത്രമാണ് ശാശ്വതമായ സുഖം. അങ്ങനെ തൻ്റെ ഭർത്താവിനോട് തന്നെ ഗുരുദീക്ഷയെ, എന്താണ് ഗുരുതത്വം, അപ്പം അതെനിക്ക് ഒരു ദീക്ഷയായിട്ട് തന്നെ നൽകി അനുഗ്രഹിക്കണം എന്നാണ് മഹാദേവി ഇവിടെ ആവശ്യപ്പെടുന്നത്. ഇനി മൂന്നാമത്തെ ശ്ലോകത്തിൽ എന്താണ് ദേവി തുടർന്ന് ചോദിക്കുന്നതെന്ന് നോക്കാം. കേന മാർഗേണ ഭോ സ്വാമി ദേഹി ബ്രഹ്മമയോ ഭവേൻ ത്വം കൃപാം കുരു മേ സ്വാമി നമാമി ചരണൗ തവ. സ്വാമി, ദേഹമെടുത്തിരിക്കുന്ന മനുഷ്യരെല്ലാം ഏതു പ്രകാരത്തിലാണ് സ്വരൂപം അല്ലെങ്കിൽ തൻ്റെ ഭാവം ബ്രഹ്മമാണ്, ബ്രഹ്മമയമാണ് എന്ന് അറിയുവാൻ ഇടയായിത്തീരുന്നത്. അതുകൊണ്ട് ആ തത്വം എനിക്ക് പറഞ്ഞു തരണം. ഞാൻ അവിടുത്തെ പാദയുഗ്മത്തെ നമസ്കരിക്കുകയാണ്. ഇവിടെ ഏതൊന്നറിഞ്ഞാലാണോ തൻ്റെ നിജഭാവം ആത്മഭാവമാണ്, ആത്മബോധമാണ്, നിജസ്വരൂപമാണ് എന്ന് വ്യക്തമായി ബോധിക്കുവാൻ സാധ്യമാകുന്നത്, അതിന് ഉതകുന്ന തരത്തിൽ വേണം എനിക്ക് തത്വം ബോധിപ്പിക്കുവാൻ. ഞാൻ എങ്ങനെയാണ് ബ്രഹ്മമായിട്ട് തീരുക? വാസ്തവത്തിൽ ഞാൻ ബ്രഹ്മം തന്നെയാണെന്ന് പ്രമാണങ്ങളിൽ നിന്നും ശാസ്ത്രങ്ങളിൽ നിന്നുമെല്ലാം എനിക്ക് ഏറെക്കുറെ മനസ്സിലാക്കുവാൻ സാധിച്ചിട്ടുണ്ട്. പക്ഷേ അത് ദൃഢമായിട്ടില്ല, ഉറച്ചിട്ടില്ല. എങ്കിൽ നിസംശയത്തോടുകൂടി, സംശയരഹിതമായി ഞാൻ ബ്രഹ്മം തന്നെ എന്ന് എനിക്ക് എങ്ങനെയാണ് അറിയുവാൻ കഴിയുക? പിന്നെ ഏതൊരു മാർഗം കൊണ്ടാണോ മനുഷ്യരെല്ലാം അവരുടെ ദുഃഖത്തിൽ നിന്നും മോചിക്കുവാൻ ഇടയാകുന്നത്? ദുഃഖത്തിന് അജ്ഞാനമാണ് കാരണമെന്ന് പ്രധാനമായിട്ട് ശാസ്ത്രങ്ങൾ വെളിപ്പെടുത്തുന്നുണ്ട്. എന്തു തന്നെയായാലും ദുഃഖം മനുഷ്യന്മാരെ സംബന്ധിച്ച് ഒഴിവാക്കാൻ പറ്റാത്തൊരു വിഷയമായി തീർന്നിരിക്കുകയാണ്. അതുകൊണ്ട് മനുഷ്യർക്ക് അവരുടെ ദുഃഖത്തിൽ നിന്ന് മോചിക്കുവാൻ സാധ്യമാകുന്നതായ വിദ്യ ഏതാണെന്ന് അവിടുന്ന് എനിക്ക് അറിയിപ്പിച്ചു തരണം. ഇതാണ് മഹാദേവിയുടെ പ്രധാനമായിരിക്കുന്ന ആവശ്യം. അതിനുവേണ്ടി എന്താണ്? അത് അഹങ്കാരത്തോടു കൂടിയോ വിനയമില്ലായ്മയെ കൊണ്ടോ ഒന്നുമല്ല. വളരെ ആദരപൂർവം വിനയത്തോടുകൂടി ആ പാദകമലങ്ങളെ തൊട്ട് നമസ്കരിച്ചുകൊണ്ടാണ് ദേവി ആവശ്യപ്പെടുന്നത്. നമ്മളും ഗുരുവെ സമീപിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്, നമ്മളിലെ യഥാർത്ഥ ഭക്തിയും ഭയവും വിശ്വാസവും ഉണ്ടെങ്കിൽ ഉള്ളവർക്കാണ് വാസ്തവത്തിൽ ഗുരുദീക്ഷ പ്രയോജനമാകുന്നത് എന്ന് ഈ അവസരത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. ഓം കാമതോ അകാമതോ വാപി
യത്കരോമി ശുഭാശുഭം തത്സർവം ത്വയി സന്യസ്തം ത്വത്പ്രയുക്താ കരോമ്യഹം. ഓം ബ്രഹ്മണേ നമസ്തുഭ്യം മമാത്മനേ നമോ നമഃ. ശ്രീലളിതാംബികായൈ തേ സമർപ്പയാമി മാം ശിവേ. ഹരി ഓം തത്സത്. ശ്രീ ഗുരുഭ്യോ നമഃ.